ഈശോ മിശിഹായുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ആരാധനാക്രമ മത്സരത്തിലെ ഏലിയാസ് സ്ലീബ മൂശാക്കാലത്തിൻ്റെ ചൈതന്യത്തിൽ നാം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ഇന്ന് ഏലിയാസ് സ്ലീബ മൂശാക്കാലം മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. സെപ്റ്റംബർ 28. നാളെയാണ് നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ സഭ ആഘോഷിക്കുക ഔദ്യോഗികമായി. നമ്മളിന്ന് ഇടവകയിൽ വിശുദ്ധൻ്റെ തിരുനാൾ സമുചിതമായി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസങ്ങൾ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടാണിരിക്കുക. ധാരാളം ആൾക്കാരത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഇനിയും നമ്മളോടൊപ്പം നമുക്ക് ശക്തി പകർന്ന് നമ്മുടെ വിശ്വാസ തീർത്ഥാടനത്തിൽ നമ്മളെ സഹായിക്കുവാനായി വിശുദ്ധ മിഖായേൽ മാലാഖ ഉണ്ടാകും എന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അദ്ദേഹം മാധ്യസ്ഥ്യം അപേക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനവിഷയമാക്കാം. ഇന്ന് 4 വായനയിലൂടെയും ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിൽക്കാനാണ്. 4 വായനയുടെയും ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. ദൈവമായ കർത്താവ് നമ്മളോട് കാണിച്ച കാരുണ്യം അത് തിരിച്ചറിയണം. ആ കാരുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ യഥാർത്ഥ സമാധാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ആ സമാധാനപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എപ്പോഴും സന്തോഷവതികളായി ജീവിക്കാനായിട്ട് പറ്റുക എന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ നിന്നും അകന്നു പോകാൻ പറ്റില്ല. തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയുകയില്ല എന്ന് ഇന്ന് 4 വായനയിലൂടെയും തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ആദ്യത്തെ വായനയിൽ നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. അത് വരും തലമുറകൾ അറിയാൻ വേണ്ടിയാണ്. ദൈവം എങ്ങനെയാണ് വഴിതെറ്റിപ്പോയിട്ടും നമ്മളെ അവിടുത്തെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചേർത്ത് നിർത്തി പരിപാലിച്ചു പോയത് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ആ വചനങ്ങൾ നമുക്കായി നൽകുകയാണ്. അവിടെ മോശ മരുഭൂമിയിൽ ജനതയെ താഴ്വരയിൽ ആക്കിയിട്ട് സീനാ മലമുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ദൈവത്തോട് സംഭാഷണം നടത്താൻ, ദൈവവുമായി ആലോചന നടത്താൻ പോവുകയാണ്. 40 ദിനരാത്രങ്ങളാണ് മോശ ദൈവവുമായി ആലോചന നടത്തി. ദൈവം ഈ ജനത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി നൽകി. അത് 10 കൽപ്പനകളായി 2 കൽഫലകകളിൽ രേഖപ്പെടുത്തി കൊടുത്തുവിടുകയാണ്. മോശ വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ഈ കൽപ്പനകളുമായി താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ മോശ അവിടെ കാണുന്നത് ഒട്ടും സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നില്ല. കാരണം താൻ പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് നയിച്ചുകൊണ്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും, ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് നയിച്ചു കൊണ്ടുവന്ന ജനം ദൈവമായ കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാളക്കുട്ടിയെ ആരാധിക്കുകയും ആ കാളക്കുട്ടിയുടെ ചുറ്റും നടന്ന് നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് മോശ കാണുന്നത്. മോശയ്ക്ക് കലി വന്നിട്ട് ആ ജനത്തെ മോശ ചീത്ത പറയുന്നുണ്ട്. ആ ജനത്തെ നയിച്ച അഹ്റോനെ കുറ്റപ്പെടുത്തുന്നുണ്ട്.
അവർക്കായി ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കൽഫലകകൾ ഇടിച്ച് പൊടിച്ച് അതിലെ ഒഴുകിയ അരുവിയിലൂടെ ഒഴുക്കിക്കളഞ്ഞു എന്നാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതം മറന്ന് മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അങ്ങനെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത ജനതയാണ് അവിടെ കാണുന്നത്. അതിന് ചില അഹ്റോന്മാർ നേതൃത്വം കൊടുത്തു. അന്ന് നേതൃത്വം കൊടുത്തത് മോശയ്ക്ക് പകരമായി നിന്ന് കൂടെ നിന്നിരുന്ന അഹ്റോനാണ്. ഇന്നും ഇതേപോലെ ജനത്തിൻ്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതി ദൈവികമായിട്ടുള്ള കൽപ്പനകളെയും ദൈവത്തിൻ്റെ ഹിതത്തെയും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില അഹ്റോന്മാരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു വലിയ നാശത്തിലേക്കാണ് ഈ ജനതയെ നയിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനഃപൂർവ്വം മറന്നു കളയുന്നു. ഇനി ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ജനതാല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കന്മാർക്ക് വേണ്ടി സ്വർണം എടുത്തു കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ജനതയുമുണ്ട്. അവിടെ അവരുടെ സ്വർണമെല്ലാം കൂടെ അഹ്റോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ സ്വർണം കൊണ്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. എന്തിനും തയ്യാറാകും, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ടും ദൈവം അവരോട് കാരുണ്യം കാണിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും ദൈവം അവരോട് കാരുണ്യം കാണിച്ചു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് മോശ എന്ന ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ തെറ്റ് ചെയ്ത നേതാവായ അഹ്റോന് വേണ്ടിയും ദൈവത്തിൻ്റെ മുമ്പിൽ മോശ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നത്. അങ്ങനെ ദൈവം ആ ജനതയോട് കാരുണ്യം കാണിച്ചു. ഇങ്ങനെ കാരുണ്യം കാണിച്ച ജനത യഥാർത്ഥ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. എന്താണ് പറയുന്നത്? ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുന്നവന് ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാവും. ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുന്നവനായിരിക്കും. അപ്പം നമ്മുടെയൊക്കെ ഹൃദയം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് ഒരു ധ്യാനമുണ്ട് ഇതിനിടയ്ക്ക്. ഞാൻ എൻ്റെ ഹൃദയം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിലാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് പറ്റും. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നതും അതുതന്നെയാണ്. നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, നിരന്തരം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചവന് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ അവിടുന്ന് കൃപ കണ്ടെത്തിയവർക്ക് നിരന്തരം എപ്പോഴും സന്തോഷിക്കുവാൻ സമാധാനത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും ഒരിക്കലും ദൈവത്തിൽ നിന്നും അകന്നു പോകില്ല. രക്ഷകനായ മിശിഹായെ തിരിച്ചറിയും എന്നും ആ തിരിച്ചറിവിൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷം. സുവിശേഷത്തിൽ ഈശോ ടയർ സീദോൻ പ്രദേശത്തോടുകൂടെ കടന്നുപോയി എന്നും അവിടെ അപ്പോൾ ഒരു കാനാൻകാരി സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ വിജാതീയ സ്ത്രീയാണ്. രക്ഷ യഹൂദർക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിച്ചിരുന്ന യഹൂദരുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈശോ ഒരു യഹൂദനായിരിക്കെ വിജാതീയരുടെ നാട്ടിൽ കൂടെ പോകുന്നത് പോലും തെറ്റായി ചിത്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ മനഃപൂർവ്വം അതിലേ പോവുകയാണ്. കാരണം രക്ഷ യഹൂദർക്ക് മാത്രമല്ല, എല്ലാവർക്കും സത്യസന്ധമായി വിശ്വസ്തയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ഉള്ളതാണെന്നുള്ള ബോധ്യം ആ ജനത്തിന് നൽകുവാൻ വേണ്ടിയാണ് ഈശോ പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ടയർ സീദോൻ പ്രദേശത്തോടുകൂടെ ഈശോ പോകുന്നതും ഇവൾ കടന്നു വരുന്നത്. ഇവൾ കടന്നു വന്ന് അവൾ അഭ്യർത്ഥിക്കുന്നത് എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണമെന്നാണ്. പക്ഷേ ഈശോ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് തോന്നും. ഈശോ അവളെ കാണുന്നു പോലുമില്ല. അവൾ ശിഷ്യന്മാരാണ് അവൾക്ക് വേണ്ടി വക്കാലത്തുമായി ഈശോയുടെ സന്നിധിയിൽ വരിക. അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോ അല്പം കൂടെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ എന്നാണ് പറയുന്നത്. ഇവിടെ മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക യഹൂദരെയാണ്. അന്നത്തെ ചിന്താഗതിയുടെ പശ്ചാത്തലത്തിലാണ്.
അന്ന് ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ അവർ ഇസ്രായേൽ ജനത, യഹൂദരാണ്. ബാക്കിയുള്ളവരൊക്കെ നായ്ക്കൾക്ക് തുല്യമാണ് എന്ന യഹൂദരുടെ ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ അതിനെ തിരുത്തുവാൻ വേണ്ടിയാണ് ഈശോ പറയുക, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട്, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാണല്ലോ നായ്ക്കുട്ടികളും വളരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവളോട് പറയുന്നത് എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാ, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറയുകയും ആ നിമിഷം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ത്രീയുടെ പെർസീവറൻസ്, ഈ ഉറച്ച നിലപാടോടുകൂടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ കാണിക്കുന്ന ആ ഒരു സഹിഷ്ണുത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് വേണ്ടതും അതാണ്, ഉറച്ച നിലപാടോടുകൂടെ, ഉറച്ച ബോധ്യത്തോടുകൂടെ നിൽക്കുക. ഇന്ന് നമുക്കില്ലാത്തത് എന്നതാണ്. കാരണം എവിടെ ചെന്നാലാണ് രക്ഷ കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒരു സംസ്കാരമാണിന്ന്. ഒരിടത്തും രക്ഷ കിട്ടുന്നില്ല, ഒരിടത്തും ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ഓടി നടക്കുന്ന വിശ്വാസികളെ ഇന്ന് നമുക്ക് അവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെപ്പോലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കൂണ് മുളയ്ക്കുന്നത് പോലെ അവിടെ ഇവിടെയുമെല്ലാം ആ സിദ്ധന്മാരും അവർക്ക് വേണ്ടിയുള്ള സങ്കേതങ്ങളും ഒക്കെ കെട്ടിപ്പടുത്തിട്ടുമുണ്ട്. അവിടങ്ങളിലെല്ലാം ഭയങ്കര ജനക്കൂട്ടമാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം സ്ഥിരതയില്ല, ബോധ്യമില്ല. ഇവനാണ് യഥാർത്ഥ മിശിഹ എന്ന ആ ബോധ്യം. സഭയിലൂടെയാണ് എനിക്ക് രക്ഷ ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓടി നടക്കുന്ന ആൾക്കാരായി മാറും. അത് ശരിയായിട്ടുള്ള ആത്മീയത ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഉറച്ച നിലപാടോടുകൂടെ നിൽക്കുവാൻ ഈ സ്ത്രീയെപ്പോലെ നിഷേധാത്മകമായിട്ടുള്ള മനോഭാവങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾ ഈശോയിൽ നിന്നും അല്പം പോലും അകന്നു പോകുന്നില്ല. അവൾ അല്പം പോലും അവിടുന്ന് മാറുന്നില്ല. അവനെ തന്നെ അഭയം പ്രാപിച്ച് അവിടെ നിൽക്കുക. അതാണ് വിശ്വാസം, അതാണ് വേണ്ടത് എന്ന് തിരുസഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ തിരുനാൾ ദിനം നമുക്കും ആ വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ദൃഢത ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ബലിയിലൂടെ സർവശക്തൻ നമുക്ക് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ. ആമേൻ.